നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞുകൊടുത്ത് നേർവഴിയിൽ നടത്തുന്ന അധ്യാപകരാണ് എല്ലാവരുടെയും മനസ്സിൽ. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ഞെട്ടിക്കുന്ന ക്രൂരമായ വാർത്തയാണ് വരുന്നത്. 13 വയസ്സുകാരിയായ വിദ്യാർത്ഥിയെ അധ്യാപകർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം. പ്രതികളായ 3 അധ്യാപകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസങ്ങളായി കുട്ടി സ്കൂളിൽ വരുന്നില്ലെന്ന് കണ്ടെത്തിയ പ്രധാന അധ്യാപിക വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി കാര്യം തിരക്കിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളാണ് സംഭവം പ്രധാന അധ്യാപികയോട് പറഞ്ഞത്. പിന്നാലെ അവർ ചൈൽഡ് ലൈനിലും പോലീസിലും പരാതി നൽകി. അധ്യാപകരിൽ ഒരാൾ പെൺകുട്ടിയെ മുൻപ് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതറിഞ്ഞ മറ്റു 2 അധ്യാപകരും കൂടി ചേർന്ന് വീണ്ടും കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. 3 അധ്യാപകർക്കെതിരെ പോക്സോ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പ്രതികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയരുന്നുണ്ട്. പെൺകുട്ടിയെ കൃഷ്ണഗിരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കുട്ടി പ്രഗ്നന്റ് അല്ലെന്നും അബോർഷൻ നടത്തിയിട്ടില്ലെന്നും കളക്ടർ എസ് ദിനേശ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അതിക്രൂരമായ ഒരു സംഭവമുണ്ടായി. യുവതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകലിലാണ് സംഭവമുണ്ടായത്. ആൺ സുഹൃത്താണ് കൊലപാതകത്തിന് ശ്രമിച്ചത്. 28-കാരിയും വെൺപകൽ സ്വദേശിയുമായ സൂര്യ ഗായത്രിക്കാണ് കൊടങ്ങാവിള സ്വദേശി സച്ചുവിന്റെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ സൂര്യയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സച്ചു വിവാഹിതനാണെങ്കിലും ഏറെ നാളായി ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇതിനിടെയാണ് സൂര്യയുമായി അടുപ്പത്തിലായത്. ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം മറ്റൊരു സംഭവം കൂടി നോക്കാം. ഗർഭിണിയായ യുവതിയെ പീഡിപ്പിച്ച് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് യുവാവ് അറസ്റ്റിലായി. 27-കാരനായ ഹേമരാജാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെയായിരുന്നു സംഭവമുണ്ടായത്. തിരുപ്പതി ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ തിരുപ്പൂരിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത യുവതിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. രാവിലെ 6:40-ഓടെയാണ് യുവതി റിസർവ് ചെയ്യാത്ത ടിക്കറ്റുമായി ട്രെയിനിൽ പ്രവേശിച്ചത്. തുടർന്ന് വനിതാ കോച്ചിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് കോച്ചിൽ 7 സഹയാത്രികരായ സ്ത്രീകളും ഉണ്ടായിരുന്നു. ട്രെയിൻ ജോലർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ രേവതി ഒഴികെ കോച്ചിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും ഇറങ്ങിപ്പോയി. ആ സമയത്താണ് ട്രെയിനിലേക്ക് ഹേമരാജ് കയറിയത്. തുടർന്ന് ഇയാൾ ഒറ്റയ്ക്കിരുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനം തടയുന്നതിനിടെ രേവതി ഇയാളെ ചവിട്ടി. ഇതിൽ പ്രകോപിതനായ പ്രതി ട്രെയിനിൽ നിന്ന് രേവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. യുവതിയുടെ തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വെല്ലൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രേവതി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.